എൻ്റെ പേര് മിനി. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ 2022 ഫെബ്രുവരി 19 ഇവിടെ ആദ്യമായി ഉടമ്പടി എടുത്തത്. ഒരു പ്രാവശ്യം ഞാൻ അൾത്താരിൽ വന്ന് അമ്മ മാതാവ് ഈശോയും ചെയ്ത അനുഗ്രഹം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. വീണ്ടും അമ്മ ഈശോയും എനിക്ക് ചെറുതും വലുതുമായ നിരവധി അനുഗ്രഹങ്ങൾ തന്ന വീണ്ടും എന്നെ ഇവിടെ കയറ്റി നിർത്തിയതിന് ഞാൻ അമ്മയോട് ഈശോയോട് നന്ദി പറയുന്നു. ഇതെൻ്റെ മകളാണ് മെറിൻ. ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി ഒരു നിയോഗം വെച്ചിരുന്നു. അവൾ +2 പാസ്സായി കഴിയുമ്പോൾ അമ്മ BSc നഴ്സിങ്ങിന് അവൾക്ക് നാട്ടിലൊരു കോളേജിൽ അഡ്മിഷൻ കൊടുക്കണം, ഫീസ് കുറവുള്ള രീതിയിൽ അവൾക്ക് പഠിക്കാൻ സഹായിക്കണമെന്ന് അമ്മയോട് ഞാൻ നിയോഗം വെച്ചിരുന്നു. അത് ഞാൻ ഇവിടെ ഒരു സാക്ഷ്യം കേട്ടതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ വെച്ചത്. ഒരു അമ്മ അവരുടെ മക്കൾക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. ആ സാക്ഷി ഞാൻ കേട്ടു. അവർക്ക് അങ്ങനെ അഡ്മിഷൻ കിട്ടിയ കാര്യം. അന്നേരം ഇവൾ +2 പഠിക്കുമ്പോൾ മുതൽ ഞാൻ അങ്ങനെ അമ്മയോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അവൾ +2 പഠിക്കുമ്പോൾ അവൾ +1 2 സബ്ജക്റ്റിന് തോറ്റുപോയി. അന്നേരം അത് ഇവൾ ജോസഫ് അച്ഛനെ സ്വപ്നത്തിൽ കാണി അച്ഛൻ വന്ന് അച്ഛൻ്റെ ആ രീതിയിൽ ചിരിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞു, നീ ഈ വർഷം ജയിക്കത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇവളെ രാവിലെ ചെന്ന് വിളിക്കുമ്പോൾ ഇവൾ ചാടി എഴുന്നേറ്റിട്ട് എന്നോട് പറഞ്ഞു, അമ്മേ ഞാൻ +1 തോറ്റുപോയി, ജോസഫ് അച്ഛൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അന്ന് തന്നെ റിസൾട്ട് വരികയും ഇവൾ കെമിസ്ട്രി ഫിസിക്സ് 2 വിഷയത്തിന് തോറ്റുപോവുകയും ചെയ്തു. എങ്കിലും അമ്മയോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ +2 പാസ്സായി. പക്ഷേ മാർക്ക് കുറവായിരുന്നു, 65% മാർക്കേ ഉള്ളൂ. ഒരു കുട്ടിക്ക് നമ്മുടെ നാട്ടിൽ BSc നഴ്സിങ്ങിന് അതുകൊണ്ട് പഠിക്കാൻ പറ്റത്തില്ല. എങ്കിലും അമ്മയോട് ഞാൻ ഉടമ്പടിയിൽ അത് ഒന്നാമത്തെ നിയോഗമായി തന്നെ വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ അവൾക്കറിയില്ലായിരുന്നു ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. അവൾ ജർമ്മൻ പഠിക്കാനായിട്ട് അവളെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അന്നേരം ഞാൻ അവളോട് പറഞ്ഞു, നിന്നെ അമ്മ ജർമ്മനിക്കൊന്നും വിടത്തില്ല, ഞാൻ അമ്മയോട് ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അന്നേരം അവൾ പറഞ്ഞു, അമ്മ എന്താ അതെന്നോട് പറയാഞ്ഞേ, ഞാൻ ജർമ്മനിക്ക് പോകണമെന്നാണല്ലോ നിയോഗം വെച്ച്. പക്ഷേ അത് ജർമ്മൻ പഠിക്കാൻ പോകാൻ അവൾക്ക് സാധിച്ചില്ല. 1 മാസം പോയപ്പോൾ ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി, അത് നിർത്തി. പിന്നെ നമ്മളിവിടെ നേഴ്സിങ്ങിന് എല്ലാ കോളേജുകളിലും നമ്മൾ അപേക്ഷിച്ചു. എല്ലാ അലോട്ട്മെൻറ്റുകളും വന്നു. ഓരോ അലോട്ട്മെൻറ്റ് വരുമ്പോഴും അവൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല. അന്നേരം ഈ മകൾ തന്നെ പറയും, അമ്മ ഇച്ചിരി താമസിക്കും തോറും അമ്മ ഏറ്റവും കൂടുതൽ നല്ലതായിട്ടുള്ളത് നമുക്ക് ഒരുക്കി തരും. അങ്ങനെ വിശ്വാസത്തോടെ ഞാനും എൻ്റെ മക്കളും പ്രാർത്ഥിച്ചു. ഇവൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കൂടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാൻ വരികയും പ്രത്യക്ഷീണ പ്രാർത്ഥന ചൊല്ലുകയും ബൈബിൾ വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അവൾ ഉടമ്പടി എടുത്തതിന് ശേഷം 3 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ബൈബിൾ വായിക്കുക, അമ്മയോട് പ്രാർത്ഥിക്കുക. അങ്ങനെ അവൾക്ക് കൂടുതൽ വിശ്വാസമായിരുന്നു അമ്മ തരുമെന്നുള്ളത്. അങ്ങനെ എല്ലാ അലോട്ട്മെൻറ്റും കഴിഞ്ഞ് അവൾക്ക് എങ്ങും അഡ്മിഷൻ കിട്ടിയില്ല. അതിനിടയ്ക്ക് ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് അകലെയായിട്ടൊരു നഴ്സിംഗ് കോളേജുണ്ട്, ഹോസ്പിറ്റലുമുണ്ട്. അന്നേരം അടുത്തുള്ളതായതുകൊണ്ട് ഞാൻ അവിടെ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് കൊടുത്തു അഡ്മിനിസ്ട്രേറ്ററിൻ്റെ കയ്യിൽ. അന്നേരം ആ സാർ എന്നോട് ചോദിച്ചു, എന്തിനാണ് ഇത്രയും 65% കുട്ടിയുടെ പേപ്പർ തന്നെ, ഇതിവിടെ കിട്ടത്തില്ല, 90-95 മാർക്ക് ശതമാനമുള്ളവർ ഇവിടെ പുറത്ത് നിൽക്കുക, അന്നേരം ഇതെങ്ങനെ തരുമെന്ന് ചോദിച്ചു. ഞാൻ അത് കൊണ്ടു കൊടുത്തപ്പോൾ ഉടമ്പടി തൈലം കുരിശ് വരച്ച് ഉടമ്പടി ഉപ്പും അവിടെ ഇട്ടതിന് ശേഷമാണ് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് കൊടുത്തത്. അങ്ങനെ ഈ അലോട്ട്മെൻ്റ് എല്ലാം കഴിഞ്ഞു, ക്ലാസ്സും തുടങ്ങി. അന്നേരം മാനസികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടായി, വിഷമങ്ങളുണ്ടായി. അങ്ങനെ പൂജാ ഹോളിഡേയ്സിൻ്റെ സമയത്ത് ഒരു രാത്രി 7:30 ആയപ്പോൾ എൻ്റെ വീട്ടിലൊരു ഫോൺ വന്നു. ഞാൻ ഈ ആപ്ലിക്കേഷൻ കൊടുത്ത കോളേജിൽ നിന്നാണ് വിളിക്കുന്നത്, ഇത് മെറിൻ്റെ വീടല്ലേ, ഇത് ഇന്ന കോളേജിൽ നിന്നാണ് വിളിക്കുന്നത്, ഒരു അഡ്മിഷൻ ഇവിടെ ഒരു സീറ്റ് ഒഴിവുണ്ട്, ഇതെങ്ങനെ സംഭവിച്ചെന്നൊന്നും ഞങ്ങൾക്കറിയത്തില്ല, ഇവിടെ അഡ്മിഷനും എടുത്ത് ക്ലാസ്സും തുടങ്ങിയതാണ്, ഇപ്പോൾ ഞങ്ങൾക്ക് ഉത്തരവ് കിട്ടി ഒരു കുട്ടിയെ എടുക്കാമെന്ന് പറഞ്ഞ്. ഇനി ബുധനാഴ്ച കോളേജുള്ള ദിവസം മോളെയും കൂട്ടി വന്ന് അഡ്മിഷൻ എടുക്കണം, ചെറിയൊരു ഡൊണേഷൻ തരണമെന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഡൊണേഷൻ കൊടുക്കാനൊന്നുമില്ല. ഞാൻ എൻ്റെ മകളെയും കൂട്ടി ഞാൻ അവിടെ ബുധനാഴ്ച നഴ്സിംഗ് കോളേജിൽ ചെന്നു. അന്ന് ഞാൻ ഉടമ്പടി ഉപ്പിട്ട് അഡ്മിനിസ്ട്രേറ്ററിൻ്റെ റൂമിലിട്ട് പ്രാർത്ഥിച്ചു. കയറിയപ്പോൾ ആ പ്രിൻസിപ്പാൾ എന്നെ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, എന്താ ഇവിടെ വന്നേ? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു അഡ്മിഷൻ ഉണ്ടെന്നും പറഞ്ഞ് വിളിച്ചു, അതിന് വന്നതാണെന്ന് പറഞ്ഞു. അത് 3 ലക്ഷം രൂപയ്ക്ക് അത് കൊടുക്കുന്നത്, നിങ്ങൾക്ക് 3 ലക്ഷം രൂപ ഉണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് പൈസയൊന്നും ഇല്ല കൊടുക്കാൻ. അന്നേരം ഞാൻ ആ പുറത്ത് നിന്ന് അമ്മ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ, അമ്മ ഈശോ എനിക്ക് മുമ്പേ അവിടെ കയറിക്കോണം, എനിക്ക് വേണ്ടി സംസാരിക്കണം, പൈസ ഇല്ലാത്തവരുടെ മക്കളും അമ്മയെ പഠിക്കണ്ടേ, അമ്മ എനിക്ക് വേണ്ടി അവിടെ സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളവിടെ അന്നേരം ആ പ്രിൻസിപ്പാൾ പറഞ്ഞു, ഏതായാലും വന്നതല്ലേ, അഡ്മിനിസ്ട്രേറ്ററെ കണ്ടിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങളവിടെ കയറിയപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ പറഞ്ഞു, 3 ലക്ഷം രൂപയ്ക്കായി ഈ സീറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഈ ഒരു സീറ്റിന് വേണ്ടി വേറെ 2 കുട്ടികളും കൂടെ നിൽക്കുക, നിങ്ങൾക്ക് പൈസ ഉണ്ടോ തരാൻ ചോദിച്ചു. ഞാൻ ഇച്ചിരി നേരം മിണ്ടിയില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു, സാറേ
പൈസയൊന്നുമില്ല, എന്നാൽ ഞങ്ങൾ പൊക്കോട്ടെ. അന്നേരം ഞാൻ ഇറങ്ങിയിട്ട് തിരിച്ചു പറഞ്ഞു. അമ്മ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു, സാറേ എന്തെങ്കിലും ഈ തീരുമാനത്തിനൊരു മാറ്റമുണ്ടേ സാറ് വിളിക്കണമെന്ന് പറഞ്ഞു. വിളിക്കാമെന്ന് തലയാട്ടി. ഞങ്ങൾ ആ കോളേജിനടുത്തൊരു ചെറിയ പള്ളിയുണ്ട്, അവിടെ പോയിരുന്ന് ഞങ്ങൾ കുറേ ജപമാല ചൊല്ലി. അന്നേരം ഞാൻ ഫ്രണ്ടിലായിരിക്കുന്നത്. ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ മകളിരുന്ന് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അന്നേരം എനിക്ക് ഒത്തിരി സങ്കടമായി. അന്നേരം ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോ ഈ സീറ്റ് കിട്ടിയില്ല, ഈ വർഷം എൻ്റെ മകളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടും, ഞാൻ എന്ത് ചെയ്യും? എനിക്ക് വേണ്ടി സംസാരിക്കാനും പൈസ തരാനും ഒന്നും ആരുമില്ല, ഈശോ ഇടപെടണം. അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗത്സമനി പ്രാർത്ഥിക്കുന്ന ഈശോ എൻ്റെ ഇടതുവശത്തായിട്ടിരിക്കുന്നത് എനിക്ക് കാണാൻ സാധിച്ചു. അന്നേരം തന്നെ എനിക്ക് മനസ്സിലായി ഈ സീറ്റ് എൻ്റെ മകൾക്ക് ഉറപ്പാണെന്ന്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ ഈ കോളേജിൽ നിന്ന് ഈ അഡ്മിനിസ്ട്രേറ്റർ തന്നെ വിളിച്ചു. ഞാൻ തന്നെ മുൻകൈ എടുത്ത് ഞങ്ങളുടെ ഡയറക്ടറോടൊന്ന് ചോദിച്ച് നോക്കട്ടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോകാനിറങ്ങി. അന്നേരം ഒരു ആൾ വയ്യാതെ ഇങ്ങനെ ആ റോഡ് സൈഡിൽ കിടക്കുന്നു. എൻ്റെ മോൾ ഓടിപ്പോയി ആ ആളിന് ഭക്ഷണമൊക്കെ മേടിച്ചുകൊണ്ട് കൊടുത്തു. ഞങ്ങൾ പോയി ഒരു രോഗിയെ കണ്ട് ആ വീട്ടിൽ ചെന്ന് ഞങ്ങൾ ഉടമ്പടി ഉപ്പൊക്കെ കൊടുത്ത് പ്രാർത്ഥിച്ച് ഞങ്ങൾ ആ വീടിന് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഫോൺ കോൾ വന്നു, ഞങ്ങളുടെ മകൾക്ക് ആ സീറ്റ് തരും. ഞങ്ങളുടെ ഡയറക്ടർ പറഞ്ഞു, പൈസ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് അഡ്മിഷൻ എടുത്ത് മോളെ ചേർത്തോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം തന്നെ വേറൊരാൾ, എൻ്റെ ഭർത്താവിൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു, നിങ്ങളുടെ മോൾ പഠിക്കാനൊക്കെ പോകണ്ടേ, ഞങ്ങൾക്ക് ഇച്ചിരി പൈസ തന്ന് സഹായിക്കാമെന്ന് പറഞ്ഞ് ഒരാൾ പൈസ വൈകിട്ട് തരാമെന്നും പറഞ്ഞ് അങ്ങനെ വിളിച്ചു. അങ്ങനെ എൻ്റെ മോൾക്ക് അഡ്മിഷൻ കിട്ടി. അന്ന് ഈ അഡ്മിഷന് വേണ്ടി വിളിക്കുമ്പോൾ അച്ഛൻ്റെ ധ്യാനത്തിൽ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, 1-ാം യാമത്തിൽ അവൻ വന്നില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കരുത് അവൻ വരുത്തില്ല, 2-ാമത്തേതും 3-ാമത്തിലും വന്നില്ലെങ്കിൽ അവൻ ഉറപ്പായിട്ട് 4-ാം യാമത്തിൽ വരും. അങ്ങനെ അവൻ വരുമെന്ന് വിശ്വസിക്കാത്ത സത്യക്രിസ്ത്യാനിയല്ല എന്ന് അച്ഛൻ പറഞ്ഞു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു. അച്ഛൻ ഈശോ 4-ാം യാമത്തിലാണ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ഇന്ന് എൻ്റെ മോൾക്ക് കൺസെഷൻ കിട്ടും, 10 രൂപ കൊടുത്താൽ വീട്ടിൽ വന്നു പോകാം, ഹോസ്റ്റൽ ഫീസ് കൊടുക്കേണ്ട. വീടിന് അടുത്ത് തന്നെ ആ കോളേജിൽ തന്നെ എൻ്റെ മകൾക്ക് അഡ്മിഷൻ കിട്ടി. ഇപ്പോൾ ഫസ്റ്റ് ഇയർ നേഴ്സിംഗ് അവൾ പഠിക്കുന്നു. അതിൻ്റെ കൂടെ ഫീസ് അടയ്ക്കാൻ എഡ്യൂക്കേഷൻ ലോൺ വേണമായിരുന്നു. ഞാനിതുപോലെ വേറെ ആൾക്കാരുടെ കൂടി ഒരു ഗ്രൂപ്പ് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ മൂത്ത കുട്ടി പഠിക്കുന്നതിന് വേണ്ടി. ഞാൻ എൻ്റെ പൈസ അടച്ചതാണ്, മറ്റുള്ളവർ അടയ്ക്കാതെ അത് സിവിലായി. അന്നേരം എൻ്റെ മോൾക്ക് എഡ്യൂക്കേഷൻ ലോൺ കിട്ടത്തില്ല. അന്നേരം ആ ബാങ്കിലെ സാറ് ചോദിച്ചു, ചേച്ചിക്ക് എന്തെങ്കിലും സിബിൽ വല്ലതും ഉണ്ടോ? ഞാൻ അമ്മ കൂടെയുള്ള ധൈര്യത്തിൽ പറഞ്ഞു, ഒന്നുമില്ല സാറേ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ ഉടമ്പടി ഒപ്പിട്ട് ഓരോ ലോൺ പേപ്പറിലും ഉടമ്പടി തൈലം പുരട്ടിയാണ് ഞാനും എൻ്റെ മകളും കൊടുത്ത് കാശ് രൂപമായിട്ട് പോകും. പക്ഷേ അവരെൻ്റെ ആധാർ അടിച്ചപ്പോൾ ഒന്നും കണ്ടില്ല. എൻ്റെ മോൾക്ക് 3 മാസം താമസിക്കുമെന്ന് പറഞ്ഞ ലോണ് ഒരാഴ്ച കൊണ്ട് പാസ്സായി. ഫസ്റ്റ് ഇയർ ഫീസ് അനുവദിച്ച് കിട്ടി. പിന്നെ എൻ്റെ ഇടവകയിലെ ഒരാൾക്ക് ബ്രസ്റ്റ് ട്യൂമറായിരുന്നു. അവർക്ക് ഒത്തിരി ശാരീരികമായ ബുദ്ധിമുട്ട്, കൈവേദന അങ്ങനെയൊക്കെ ആയിരുന്നു. ക്യാൻസർ ആണോ എന്ന് പേടിച്ച് കഴിയുമായിരുന്നു. അതിന് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഞാനത് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. അതിന് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ അത് ഒരു നെഗറ്റീവായ ഒരു കുഴപ്പവുമില്ലാത്തൊരു ട്യൂമറായി മാറി. ആ സഹോദരിയുടെ മകൻ്റെ ചെറുകുടൽ, അപ്പൻഡിക്സ്, പാൻക്രിയാസ് ഇതെല്ലാം പൊസിഷൻ മാറി കിടക്കുകയും രക്തക്കുഴൽ ചുരുണ്ട് കിടക്കുകയും അങ്ങനെ വയറുവേദനയായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യണം. നമ്മുടെ ഈ പത്തനംതിട്ടയുള്ള ഹോസ്പിറ്റലുകളിലൊന്നും പറ്റത്തില്ല, അമൃതയ്ക്ക് വിടണം എന്ന് പറഞ്ഞ് ഇച്ചിരി പ്രയാസമായിരുന്നു. അത് ഞാൻ എൻ്റെ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു. ആ മകന് ഒരു കുഴപ്പവും കൂടാതെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഇപ്പോൾ സ്കൂളിൽ പോകുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു ബന്ധുവിനെ പഠിച്ചിട്ട് ഒത്തിരി ആയിട്ട് ജോലി കിട്ടാതെ വീട്ടിൽ തന്നെ ഇരിപ്പായിരുന്നു, സങ്കടമായിരുന്നു. അത് നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ച് ആ മകന് ജോലി കിട്ടി. പിന്നെ എൻ്റെ മകള് BSc നേഴ്സിംഗ് പഠിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് 4th ഇയർ എക്സാം ആയപ്പോൾ 3rd ഇയർ അവൾ അമ്മയുടെ മധ്യസ്ഥയിൽ ഫസ്റ്റ് ക്ലാസ്സോട് പാസ്സായത്. 4th ഇയർ പരീക്ഷയുടെ തലേദിവസം അവൾക്ക് ചിക്കൻ ബോക്സ് വരികയും കണ്ണിന് ഇൻഫെക്ഷൻ കയറി ഒരു കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥ വരികയും ചെയ്തു. ഞാൻ അവൾക്ക് ഉടമ്പടി തൈലം കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾ ആ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും ലൈറ്റൽ ക്യാൻഡി പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി പരീക്ഷ എഴുതിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞ അധികാരികൾ പിറ്റേ ദിവസം പരീക്ഷ എഴുതിപ്പിച്ചു. ഞാൻ അമ്മയോട് നേരത്തെ തന്നെ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു, എൻ്റെ മകൾക്ക് 4th
ലാസ്റ്റ് ഇയറിൽ അമ്മ ഫസ്റ്റ് ക്ലാസ് മാർക്ക് കൊടുത്തതിന് നന്ദി പറഞ്ഞ് ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. റിസൾട്ട് വന്നപ്പോൾ എൻ്റെ മകൾക്ക് ഫസ്റ്റ് ക്ലാസ് മാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഉടമ്പടി തൈലത്തിലൂടെ എനിക്ക് നിരവധിയായ ഉപ്പിലൂടെയും തേനിലൂടെ എല്ലാം ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാനും എൻ്റെ മക്കൾ ഉടമ്പടി എടുത്ത നാൾ മുതൽ ഒരു ഹോസ്പിറ്റലിലും ഒന്നിനും പോയിട്ടില്ല. എൻ്റെ ഈ നിൽക്കുന്ന മകൾക്ക് ബ്രസ്റ്റിൽ 2 ബ്രസ്റ്റിലും ഫൈബ്രോയിഡ് ആയിരുന്നു. ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും സൈത്ത് പൂശാൻ തരികയും ചെയ്തു. പിന്നെ അവൾ ഉടമ്പടി തൈലം പുരട്ടി എന്നും പ്രാർത്ഥിച്ചു. ആ 2 ബ്രസ്റ്റിലെയും ഫൈബ്രോയിഡ് മാറിക്കിട്ടി. എനിക്ക് യൂട്രസിൽ ഫൈബ്രോയിഡ്, ഓവറി സിസ്റ്റ് ഉണ്ടായിരുന്നു, എൻഡോമെട്രിയം തിക്നെസ് ഉണ്ടായിരുന്നു, സെർവിക്സിലൊക്കെ ചെറിയ ചെറിയ സിസ്റ്റുകളായിരുന്നു. അത് ഞാൻ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിരുന്നു. ഉടമ്പടി തൈലം ദിവസവും പുരട്ടുകയും ഉടമ്പടി ഉപ്പ് ഉപയോഗിക്കുകയും ചെയ്തു. ഇപ്പോൾ ഞാൻ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ആ ഡോക്ടർ എന്നോട് ചോദിച്ചു, ഇതൊന്നും ഒരു കുഴപ്പവുമില്ലല്ലോ, ആ സിസ്റ്റുകളെല്ലാം ചുരുങ്ങി ചെറുതായി പോയി, ഇനി അതൊന്നും വളരത്തൊന്നുമില്ല, ഇനി 1 വർഷം കഴിയുമ്പം വേണേ ഒന്ന് സ്കാൻ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. അതുപോലെ എനിക്ക് വർഷങ്ങളായിട്ട് തൈറോയിഡ് ഉണ്ടായിരുന്നു. തൈറോയിഡിന് ഞാൻ കുറേ വർഷം മെഡിസിൻ കഴിച്ചു. പിന്നെ എനിക്ക് അത് ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ നിർത്തി. ഉടമ്പടി എടുത്തത് മുതൽ ഉടമ്പടി ഉപ്പിട്ട വെള്ളം ഞാൻ രാവിലെ കുടിക്കും, ഉപ്പും തേനും എല്ലാം ഉപയോഗിക്കും, ഉടമ്പടി തൈലം. അന്നേരം ഈ 2023 ലാസ്റ്റ് ആയപ്പോഴത്തേക്കും 2 ദിവസം രാത്രി അടുപ്പിച്ച് എൻ്റെ തൊണ്ടയ്ക്ക് ഭയങ്കരമായിട്ട് വേദന വരികയും ഉറക്കത്തിൽ എനിക്കറിയാം ചരിഞ്ഞു കിടക്കുമ്പോൾ ഒരു വലിയ മുഴ എൻ്റെ സൈഡിലോട്ട് വരുന്നതായിട്ട് എനിക്കറിയാം. അന്നേരം ആദ്യത്തെ ദിവസം ഞാൻ കണ്ടത് RCCയുടെ റേഡിയേഷൻ ചെയ്യുന്ന റൂമിൻ്റെ അവിടെ അമ്മ മാതാവ് ആ ഡോറിൻ്റെ അവിടെ നിൽക്കുന്നു. ആ റൂം എൻ്റെ ഹസ്ബൻഡിന് ക്യാൻസർ ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് അവിടെ അറിയാം. അന്നേരം ആ റേഡിയേഷൻ റൂമിൻ്റെ അവിടെ അമ്മ നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. ഈ മാതാവ് തന്നെ നിൽക്കുന്നതാണ് കണ്ടത്. 2ാമത്തെ ദിവസവും രാത്രിയിൽ എനിക്ക് ഇങ്ങനെ തന്നെ വേദന വന്നപ്പം ജോസഫ് അച്ഛൻ്റെ സൗണ്ട് കേൾക്കാം, ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, ക്യാൻസർ ആണെന്ന് തോന്നുന്നു ഇങ്ങനെ പറഞ്ഞു. അന്നേരം പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ അമ്മ മാതാവിൻ്റെ ഡ്രസ്സ് ഇട്ട ഒരാൾ ഇങ്ങനെ എഴുതി, ബോർഡാന്ന് തോന്നുന്നു, ഇങ്ങനെ എഴുതിക്കൊണ്ട് നിൽക്കുന്നു. പെട്ടെന്ന് എന്നെ നോക്കി ഇങ്ങനെ കൈ കാണിച്ചിട്ട് ചിരിച്ചു. ആ സ്ത്രീ ചിരിച്ചു. അന്ന് മുതൽ ഞാൻ കൂടുതലായിട്ട് ഉടമ്പടി തൈലങ്ങളൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കിയപ്പോൾ എനിക്ക് തൈറോയിഡ് ഇല്ല. ആ ഡോക്ടർ പറഞ്ഞു, ഇതിനൊന്നും ചെയ്യണ്ട, തൈറോയിഡൊന്നും ഇല്ല, പിന്നെ വല്ല കഴുത്തിന് വല്ല വീക്കോ വല്ലതും വരുവാണെങ്കിൽ സ്കാൻ ചെയ്താൽ മതി, അല്ലാതെ ഒരു പ്രശ്നവും തൈറോയിഡിനില്ല എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ വീടിനടുത്തുള്ള സഹോദരന് ഇങ്ങനെ മരുന്നൊക്കെ കഴിച്ചത് വാ പൊട്ടി ചൊറിച്ചിലായിരുന്നു, അലർജി ആയിട്ട്. ഒരു ദിവസം എൻ്റെ മനസ്സിൽ ശക്തമായിട്ട് പറയുക, നീ അവിടെ പത്രം കൊണ്ട് കൊടുക്കുക, ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ ഞാനും എൻ്റെ ഈ മകളും കൂടെ അവിടെ പോവുകയും ഉടമ്പടി തൈലം ആ മകന് ഞങ്ങൾ പുരട്ടി കൊടുക്കുകയും അമ്മയുടെ പ്രത്യക്ഷ പ്രാർത്ഥനയും ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ പുരട്ടാൻ കൊടുക്കുകയും ഉടമ്പടി ഉപ്പിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കഴിക്കണം, വെള്ളത്തിലിട്ട് കുളിക്കണം എന്നൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ ആ മകൻ്റെ ചൊറിച്ചിലൊക്കെ കുറഞ്ഞു, ഭക്ഷണം വായിലെല്ലാം മാറി, ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ മകളുടെ ചെവിയുടെ പുറകിലൊരു തടിപ്പുണ്ടായിരുന്നു, ഉടമ്പടി തൈലത്തിലൂടെ അത് മാറിക്കിട്ടി. എൻ്റെ മൂത്ത മകളുടെ നെഞ്ചിന് താഴെയായിട്ട് തൊടാൻ പറ്റത്തില്ല, ഭയങ്കര വേദനയായിരുന്നു ഉള്ളിൽ, കുറേ നാളായിട്ടുണ്ട്. അച്ഛൻ ഈ ധ്യാനത്തിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ആ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ വേദന മാറിക്കിട്ടി. കിഡ്നിയുടെ പൊസിഷൻ്റെ ഭാഗത്ത് ഉള്ളിലായിട്ട് അവൾക്ക് വർഷങ്ങളായിട്ട് വേദനയായിരുന്നു. നമ്മൾ ഹോസ്പിറ്റലിലൊന്നും പോയിട്ടില്ല. ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ചതിൻ്റെ ഫലമായിട്ട് അതും മാറിക്കിട്ടി. അങ്ങനെ നിരവധിയായ അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് തന്നു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന ആദ്യമൊക്കെ ഞാൻ പള്ളിയിൽ മാത്രമേ പത്രം കൊടുക്കത്തുള്ളായിരുന്നു. പിന്നെ ഞാൻ എല്ലാവർക്കും, ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് ആരെ കണ്ടാലും എല്ലാവർക്കും ഞാൻ പത്രം കൊടുക്കാറുണ്ട്. ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറഞ്ഞ് എല്ലാവരും പോകണമെന്ന് ഞാൻ പറയാറുണ്ട്. അമ്മയുടെ അടുത്ത് ഈശോയെക്കുറിച്ച് ഞാൻ പറയാറുണ്ട്. പിന്നെ ഞാൻ ഉപവസിക്കുന്ന ദിവസങ്ങളിലെല്ലാം ഒരു നേരത്തെ ഭക്ഷണം ഞാൻ മറ്റുള്ളവർക്ക്, അതിന് അർഹതപ്പെട്ടവർക്ക് കൊണ്ട് കൊടുക്കാറുണ്ട്. ചെറിയ സാമ്പത്തിക സഹായങ്ങളൊക്കെ എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഇവിടുന്ന് ഉടമ്പടി ഉപ്പ്, കാശുരൂപം, തേന് ഒക്കെ, ഉടമ്പടി പുസ്തകം ഒക്കെ ഞാൻ വാങ്ങിച്ച് പലർക്കായി ഞാൻ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം മറ്റുള്ളവരുടെ വേദനകളും ദുഃഖങ്ങളും ഒക്കെ നമ്മുടെ വേദന പോലായി എനിക്ക് തോന്നാറുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പണ്ട് അങ്ങനെ തോന്നത്തില്ലായിരുന്നു. ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട്. കുമ്പസാരിക്കാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ എന്തോ വലിയ പാപം ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. ഞാൻ ഓടിപ്പോയി കുമ്പസാരിക്കാറുണ്ട്. മറ്റുള്ളവർ ആരോടും ഞാൻ ദേഷ്യപ്പെടാറില്ല. എന്നോട് മിണ്ടാത്തവരോടൊക്കെ ഞാൻ മിണ്ടാറുണ്ട്. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ, ഇനിയും പറഞ്ഞാൽ തീരാത്തതായ അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു.